മരണം എത്ര തവണ എന്നെ തലോടി കടന്നുപോയിരിക്കുന്നു. ഓർമ്മയുടെ ആഴങ്ങളിൽ അവളൊന്ന് ഊളിയിട്ട് നോക്കി. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അധികവും. 3 വയസ്സുള്ളപ്പോഴായിരുന്നു ആദ്യത്തെ സംഭവം. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അമ്മ വീട്ടിൽ പോയി തിരികെ ബസ്സിൽ വരികയായിരുന്നു. സ്റ്റോപ്പ് എത്തി അമ്മയും ഞാനും ഇറങ്ങിയിട്ടും അച്ഛനെ കാണുന്നില്ല. അച്ഛനെ തിരഞ്ഞ് ഞാൻ അകത്തേക്കും ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് അച്ഛൻ പുറത്തേക്കും. പെട്ടെന്ന് ക്ലീനർ ഡബിൾ ബെല്ലടിച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങി. ഡോർ അടഞ്ഞിട്ടില്ലായിരുന്നു. അവസാനത്തെ സ്റ്റെപ്പിൽ നിന്നും തെറിച്ച് ഞാൻ റോഡിലേക്ക് വീണു. ഉരുണ്ട് ബസ്സിനടിയിലേക്ക്. അലറിക്കരഞ്ഞുകൊണ്ട് അമ്മ ബസ്സിനടിയിലേക്ക് കാലുവെച്ചു. പിറകിലെ ടയർ എൻ്റെ കാലിൽ മുട്ടിയില്ല എന്ന മട്ടിൽ നിന്നു. ടയറിനടിയിൽ അമർന്ന് ഉടുപ്പ് ഒട്ടിപ്പിടിച്ചു. കാലൻ കുറച്ചകലെ മാറി നിന്ന് ചിരിച്ചിട്ടുണ്ടായിരിക്കണം. അധികം വൈകാതെ തന്നെയായിരുന്നു അടുത്ത സംഭവം. 4-ാം വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നു. സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ ഒരു അമ്മായിയുടെ വീടുണ്ട്. വൈകിട്ട് അവിടെ പോയി ചായ കുടിച്ചിട്ടാണ് അധിക ദിവസവും വീട്ടിലേക്ക് പോകാറുള്ളത്. അന്നും പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടും കളിച്ചുകൊണ്ടിരുന്ന എന്നെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് അമ്മ തിരികെ കൊണ്ടുപോയത്. തോടും പാടവും കടന്നു വേണം വീട്ടിലെത്താൻ. തോട്ടരികിലൂടെ പോകുമ്പോൾ വെള്ളത്തിന് പതിവില്ലാത്ത വിധം ഒഴുക്ക്. മുന്നോട്ട് പോകും തോറും കലക്ക് കൂടി വന്നു. ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ വേഗം നടന്നു. പാടത്തും വെള്ളം കയറി തുടങ്ങിയിരുന്നു. കാലിനെ നനച്ചുകൊണ്ട് വെള്ളം പൊങ്ങി തുടങ്ങി. അമ്മ എന്നെ ഒക്കത്തെടുത്തുകൊണ്ട് സർവ്വശക്തിയും സംഭരിച്ച് ഓടാൻ തുടങ്ങി. പക്ഷേ പാടത്തിൻ്റെ പകുതി വരെയേ ആ ഓട്ടത്തിന് ആയുസ്സുണ്ടായുള്ളൂ. പാടത്തിന് നടുക്കുള്ള ഏറ്റവും ഉയർന്ന വരമ്പിൽ എന്നെയും എടുത്തുകൊണ്ട് ഒരു ചുവന്ന കടലിനു നടുവിൽ അമ്മ സ്തബ്ധയായി. എൻ്റെയും അമ്മയുടെയും പ്രാണന് വേണ്ടിയുള്ള അലറിക്കരച്ചിൽ അപ്പുറത്തെ മലയിൽ തട്ടി തിരിച്ചു വന്നു. മരണം മുന്നിൽ നിന്ന് ആനന്ദ നൃത്തമാടുന്നത് അമ്മ കണ്ടു കാണും. ഞാൻ കുഞ്ഞായിരുന്നതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയുമായിരുന്നില്ലല്ലോ. കരച്ചിൽ നിർത്തി അമ്മ നാമം ജപിക്കാൻ ആരംഭിച്ചു. ഇനി ഈശ്വരനല്ലാതെ വേറെ ആരും വരില്ല തങ്ങളെ രക്ഷിക്കാനെന്ന് അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും ഞാൻ അച്ഛനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. വെള്ളം അമ്മയുടെ കാൽമുട്ടിന് മുകളിലേക്ക് ഉയർന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കുഞ്ഞു പാദങ്ങളും നനയാൻ തുടങ്ങി. അച്ഛാ, ഞാനിപ്പോൾ ഒലിച്ചു പോകുമല്ലോ, മരിച്ചു പോകുമല്ലോ എന്നൊക്കെ ഞാനും കരഞ്ഞു തളർന്നു. മഴയൊന്നും ഇല്ലാതെ എന്താണിങ്ങനെ വെള്ളമെന്ന് ഞാനും അത്ഭുതപ്പെട്ടു. പൊടുന്നനെ പാടത്തിൻ്റെ അങ്ങേ തലയ്ക്കലൊരാൾ വെള്ളത്തിലേക്ക് ചാടുന്നത് കണ്ട് ഞാൻ അവിടേക്ക് വിരൽ ചൂണ്ടി. കലക്ക വെള്ളത്തിലൂടെ നീന്തി ഒരാൾ ഞങ്ങളുടെ കാൽക്കലെത്തി. കയ്യിലുണ്ടായിരുന്ന മുണ്ട് അരയിൽ കെട്ടി അതിൻ്റെ ഒരറ്റം അയാൾ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയുടെ ഒക്കത്തിരുന്ന് എന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഏട്ടൻ്റെ കുട്ടീനെ മരിക്കാൻ ഏട്ടൻ വിട്ടുകൊടുക്കൂലാട്ടോ, പേടിക്കണ്ട, ഏട്ടൻ്റെ തോളിൽ മുറുകെ പിടിച്ചോ. അമ്മയെ വെള്ളത്തിലേക്ക് ഇറക്കി ഞങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ മാലാഖയായി ആ മനുഷ്യൻ നീന്തി തുടങ്ങി. ആ തോളിൽ പറ്റിച്ചേർന്ന് ഞാനും മുണ്ടിൻ്റെ ഒരു തലക്കൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് തുഴഞ്ഞ് അമ്മയും. കരയിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് അയാൾ പറഞ്ഞു, വടക്കൻ മലയിൽ ഉരുൾപൊട്ടിയതാണ്. മോളുടെ കരച്ചിൽ കേട്ട് സഹിക്കാനാവാതെയാണ് ഞാൻ വെള്ളത്തിൽ ചാടിയത്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും കൂപ്പിയ കൈയും ആയി നിന്നതല്ലാതെ അമ്മയുടെ വായിൽ നിന്ന് ഒരു വാക്കും പുറത്തു വന്നില്ല. ആ ചുണ്ടുകൾ വിറയ്ക്കുന്നതും മുഖം ചുവന്നു വിങ്ങുന്നതും ഞാൻ കണ്ടു. അന്ന് ഞങ്ങൾ വലിഞ്ഞു കയറിയത് പാടത്തിൻ്റെ ഒരറ്റത്തുള്ള കുളത്തിൻ്റെ പടവിലൂടെയാണ്. ഈ കുളത്തിലാണ് അടുത്ത സംഭവം. അലക്കാനും കുളിക്കാനുമായി ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആളുകളും വരുന്നത് അവിടേക്കാണ്. ഒരു ദിവസം ഞാനും അമ്മയും കുളിക്കാൻ പോയ സമയം ഞങ്ങളല്ലാതെ വേറെ 2 കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ എൻ്റെ പ്രായമുള്ള കുട്ടിയാണ്. എനിക്കന്ന് നീന്താൻ പഠിക്കാൻ ആഗ്രഹമുള്ള സമയം. എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, എനിക്ക് നീന്താൻ അറിയാം, ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ ആവേശത്തോടെ അവളോടൊപ്പം കുളത്തിലിറങ്ങി. എൻ്റെ അമ്മയുടെ അടുത്ത് അവളുടെ അനിയത്തി ഉണ്ടായിരുന്നു. അത് ഞാനാണെന്ന് കരുതി അമ്മ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കുളത്തിന് നടുക്ക് ചെളിയാണ്. എന്നെ കൈപിടിച്ചുകൊണ്ട് അവൾ ഏതാണ്ട് കുളത്തിൻ്റെ നടുക്കെത്തിയിരുന്നു. അപ്പോഴേക്കും ഉയരം കുറഞ്ഞ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങാൻ തുടങ്ങി. ചെളിയിൽ കാൽ പുതഞ്ഞു തുടങ്ങിയതോടെ അവൾക്കും നില തെറ്റി തുടങ്ങി. ഞങ്ങൾ പരസ്പരം മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഓരോ കവിൾ ശ്വാസമെടുക്കും. അവശരായി തുടങ്ങിയ ഞങ്ങളെ അന്നേരം കുളിക്കാൻ വന്ന 2 ചേച്ചിമാർ നീന്തി വന്ന് രക്ഷിച്ചു. ആദ്യം 2 പേർക്കും നല്ല അടിയാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇതെല്ലാം കണ്ട് അമ്മ ഞെട്ടി നിൽക്കുകയാണ്. ഞങ്ങൾ വെള്ളത്തിൽ പോയതോ മുങ്ങിച്ചാവാറായതോ അമ്മ അറിഞ്ഞിരുന്നില്ല. ഏതായാലും അതുകൊണ്ട് വൈകാതെ തന്നെ ഈ ചേച്ചിമാരിൽ ഒരാളുടെ ചേച്ചി എന്നെ നീന്താൻ പഠിപ്പിച്ചു. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരോട് കടപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ജീവൻ തിരിച്ചു തന്നതിന് ഈശ്വരനോടൊപ്പം എനിക്ക് ചിലരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അമ്മയോട്,
ഒരു ചുവന്ന കടലിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുനർജന്മം തന്ന രാമകൃഷ്ണേട്ടനോട്, വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി ചാകാറായ ഞങ്ങളെ വലിച്ചു കരക്കിട്ട് അടിച്ച് ചന്തി പൊട്ടിച്ച അലീമ ചേച്ചിയോടും രജനി ചേച്ചിയോടും, ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീന്താൻ പഠിപ്പിച്ച ഗീത ചേച്ചിയോട് നന്ദി പറയുന്നത് ശരിയല്ല. എൻ്റെ പ്രാർത്ഥനകളിൽ അവരെന്നുമുണ്ട്. എൻ്റെ മനസ്സിൻ്റെ കോണിലൊരിടത്ത് എന്നും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്. ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുമായിരുന്ന എൻ്റെ ജീവനെ സ്നേഹത്തിൻ്റെ ചൂട് പകർന്നുകൊണ്ട് പൊതുജീവൻ തന്ന രാമകൃഷ്ണേട്ടൻ്റെ 60ാം പിറന്നാളായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ 27-ന്. പ്രിയപ്പെട്ട ഏട്ടന് വേണ്ടി ഞാൻ ഈ ഓർമ്മകൾ സമർപ്പിക്കുന്നു.